ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISLൽ ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPLൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമ ബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം മെയ് 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRGയുടെ നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോമ്ര, സഞ്ജയ് ഗർപ്പാലെ, പരമാനന്ദ് കോമ്ര എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IEDകൾ കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. को हम अवसर में बदले, इसको हम अपॉर्चुनिटी के रूप में हमको देखने की जरूरत है और इसलिए हमको अपने आप को आत्मनिर्भर बनाने के लिए और जरूरी है कि हम इस रीजनल कॉन्फ्रेंसेस के माध्यम से ज्यादा अपने मैन्युफैक्चरिंग प्रोसेस को, एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं. इस पर हमको ध्यान देने की जरूरत है. രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRFന്റെ പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൗകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹികാവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94%-ലധികമായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സദേൺ ഓസിലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5-ന് അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-നെതിരെ 3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FCയെ നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സെനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല 1-ൽ മത്സരിച്ച അദ്ദേഹത്തിന് 2001-ലുണ്ടായ അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത.
ISLൽ ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPLൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.